വലിയ ഡിഷും എന്നിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നാടൻ ഡിഷാണ്. ഒരു കപ്പ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. നമുക്കിതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂണോളം മതിയാവും. 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ വരും, രണ്ടും കൂടി. പിന്നെ 1 ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ലാസ്റ്റാണ് വേണ്ടത്. 1 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. 2 അല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ചെറിയ ഉള്ളി. ഇപ്പം ഞാനിപ്പോൾ ചെറിയ ഉള്ളി എടുത്തേക്കുന്നത്, അതാണ് ടേസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ 2 സവോള ആയാലും മതി. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കപ്പ ബിരിയാണിക്ക് ആവശ്യമായ ബീഫാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 2 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള ബീഫാണ്, അതാണ് ഒരു ടേസ്റ്റ് വരുന്നത് ബിരിയാണിക്ക്. അപ്പോൾ ഈ ബീഫ് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് കുക്കറിലിട്ട് വേവിക്കണം. ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബീഫിന് തന്നെ വെള്ളം, ഇതിൽ ആവശ്യമായ വെള്ളം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാണ്ട് നമുക്കൊരു 3 മുതൽ 5 വിസിൽ വരെ കേൾക്കാം. കപ്പ ബിരിയാണിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല നാടൻ കപ്പയാണ്. നല്ല വേവുന്ന കപ്പ തന്നെ വേണം, എന്നാലേ നമുക്ക് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുവാണ്. ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കണം. നമുക്കിനി ഇത് കഴുകി വൃത്തിയാക്കി പീസാക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വറ്റൽമുളക് ഇടാം. ഞാനിപ്പോൾ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വിലയിടാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കീറി ഇങ്ങോട്ട് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടി ചേർത്താൽ മതി. അപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്ന പൊടികളൊക്കെ ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ 2 വായനയിലയും കൂടെ കീറി ഇട്ടിട്ടുണ്ട്. നല്ലൊരു മണം കിട്ടും. നിങ്ങൾക്കത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് തട്ടി നമുക്ക് നന്നായിട്ട് പെരട്ടിയെടുക്കാം. അപ്പം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫും അതിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ബീഫിൻ്റെ, അതും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നല്ല തിക്കായിട്ടാണ് കിട്ടേണ്ടത്. കപ്പയായിട്ട് ഇടുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. പിന്നെ ഉപ്പും കുറച്ച് മസാലയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മസാലപ്പൊടിയൊക്കെ കൂടുതൽ ചേർക്കാം. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബീഫിൻ്റെത്. നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരും. ലാസ്റ്റിലിടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ആ മണം എപ്പോഴും ഇതിൽ ഇങ്ങനെ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ വറുത്തെടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പരുവം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചേക്കണം. സ്മാഷ് ചെയ്തെന്ന് വെച്ചാൽ ഒത്തിരി സ്മാഷ് ചെയ്തില്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാനായിട്ട് അങ്ങനത്തെ പീസുകളും ഉണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കപ്പ ഇതിലോട്ട് ഇടുവാണ്. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, സിമ്മിലാണ്. സിമ്മിലിട്ട് കപ്പ ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് പിന്നെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇടണം. അപ്പോൾ ഞാൻ കപ്പയും ബീഫും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇടാം. മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഞാനിവിടെ ഒരു വാഴയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ
കപ്പ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നാടൻ ഫുഡ് ലവേഴ്സ് അതിനൊക്കെ ഇത് കപ്പ ബിരിയാണിയൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കപ്പയൊക്കെ നല്ല ഹെൽത്തിയാണ്, എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ.